അസ്സലാമു അലൈക്കും. എൻ്റെ പേര് മുഷറഫ് എന്നാണ്. പൊന്നാനിയാണ് വീട്. ഞങ്ങളിപ്പോൾ ഏകദേശം 7 വർഷത്തോളമായി മജ്‌ലിസിൽ വരുന്നുണ്ട്. മജ്‌ലിസിൽ വരുന്നത് എൻ്റെ മൂത്ത പെങ്ങൾക്ക് ആളുടെ മുഖത്തൊരു കുരു വന്നതായിരുന്നു. കുരു വന്നത് പഴുത്ത് പൊട്ടി നാശമായി. അതിനോട് തുടർച്ചയായിട്ട് ഓരോ കുരു വരിക, ഇതേപോലെ പൊട്ടുക, മുഖം മൊത്തം നമ്മളൊരു ആൾക്ക് കാണാൻ പറ്റാത്തടത്തോളം മോശമായ ഒരവസ്ഥയിലായിരുന്നു മുഖം ഉണ്ടായിരുന്നത്. നമ്മൾ കുറേ ഹോസ്പിറ്റലിൽ കാണിച്ചു, കുറേ ഡോക്ടർമാരെ കാണിച്ചു, നമ്മൾ മാറി മാറി കാണിച്ചിട്ടും എവിടുന്നും യാതൊരു കുറവും കാണുന്നില്ല. ഇവരാരും ഇതെന്താണ് എന്ന രോഗം എന്ന് പോലും ഇവരാരും നമുക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നുണ്ടായിരുന്നില്ല. അവസാനം മുഖത്തുനിന്ന് ചെറിയ കഷ്ണം എടുത്ത് ടെസ്റ്റിന് അയച്ച് ആ സമയത്ത് ഒരു ക്യാൻസർ വരെ പറഞ്ഞു. നമ്മൾ കുറേ ഉസ്താദുമാരായിട്ടും കുറേ ഡോക്ടർമാരായി നമ്മൾ മാറി മാറി കാണിച്ചിട്ടും യാതൊരു മാറ്റില്ലാതിരിക്കുന്ന സമയത്താണ് നമ്മൾ മജ്‌ലിസിനെ പറ്റി അറിയുന്നത്. മജ്‌ലിസിനെ പറ്റി അറിഞ്ഞ് നമ്മൾ മജ്‌ലിസിൽ പോയി അന്ന് തന്നെ പെങ്ങൾ കേസ് എടുത്തു. തുടങ്ങി മജ്‌ലിസിലെത്തി അന്ന് തന്നെ കേസ് എടുക്കുന്ന സമയത്ത് വീട് നമ്മൾ പൂട്ടിയിട്ടാണ് മജ്‌ലിസിൽ പോയത്. കേസ് എടുക്കുന്ന സമയത്ത് ഇവിടെ അട്ടഹാസങ്ങളും തമ്മിൽ തർക്കങ്ങളൊക്കെയാണ് വീടിനകത്ത്. നമ്മൾ മജ്‌ലിസൊക്കെ കഴിഞ്ഞു വീട്ടിൽ വന്നപ്പോൾ അയൽവാസികൾ നമ്മോട് പറഞ്ഞതാണ്, ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്, വീടിന് ശബ്ദങ്ങൾ കേട്ടിരുന്നു എന്നോട്. വീടിൻ്റെ ഉള്ളിൽ നിന്ന് ശബ്ദങ്ങൾ ഇങ്ങനെയൊക്കെ കേട്ടിരുന്നു പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ കേസ് വെട്ടി പോകുമ്പോൾ വീട്ടിൽ ഓരോ അടയാളങ്ങളായിട്ട് നമ്മൾ കാണാറുണ്ട്. ഈ ബ്ലഡ് തളം കെട്ടി നിൽക്കാറും, ബ്ലഡ് കൊണ്ട് ലൈന് ഒരു വര വരഞ്ഞതുപോലും, അങ്ങനെ കുറേ സംഭവങ്ങൾ നമ്മൾ കേസ് വെട്ടി പോകുമ്പോൾ നമ്മൾ അടയാളങ്ങൾ നമുക്ക് കാണും. ഞങ്ങൾ ആ വീടെടുത്തിട്ട് കുറച്ച് വർഷത്തോളം വീട്ടിൽ ഞങ്ങൾ താമസിച്ചിരുന്നില്ല. ഞങ്ങൾ ആ വീട്ടിൽ രാവിലെ എണീറ്റ് വരും, രാവിലെ വന്നു കഴിഞ്ഞ് ഭക്ഷണം ഉണ്ടാക്കി, ഭക്ഷണം കഴിച്ച് നേരെ വേറൊരു വീട്ടിൽ പോയിട്ടാണ് കിടക്കാറ്. ഞങ്ങൾ വീട്ടിൽ കിടന്നിരുന്നില്ല. വീട്ടിൽ കുറേ വർഷത്തോളം അങ്ങനെ തന്നെ പോയിരുന്നു. മജ്‌ലിസിലെത്തി ഉസ്താദിനെ കണ്ടു. ഉസ്താദ് ഒരു ദിവസം വന്നു, മജ്‌ലിസ് ഒരു ദിവസം കഴിച്ചു വീട്ടിൽ. ഇന്ന് വരെ ആ വീട്ടിൽ പിന്നെ യാതൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. നമ്മൾക്ക് ഒറ്റയ്ക്ക് ഒരു പേടിയില്ലാതെ എടുക്കാൻ പറ്റാവുന്ന ഒരവസ്ഥ, സമാധാനമായിട്ട് ഇന്ന് വരെ യാതൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല ആ വീട്ടിൽ. അതിന് ശേഷം ഇപ്പം അൽഹംദുലില്ലാഹ് പെങ്ങളെ ഒരാള് കാണാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്ന ആ മുഖത്ത് ഇപ്പോൾ അതിൻ്റെ യാതൊരു പാടുപോലും ഇല്ലാത്തൊരു രീതിയിൽ മുഖം മാറി. അൽഹംദുലില്ലാഹ് അവിടെ നിന്ന് തന്നെ കല്യാണം കഴിഞ്ഞു, കുടുംബമായി റാഹത്തായി ജീവിക്കുന്നുണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ മജ്‌ലിസിൽ ഞങ്ങൾ 7 വർഷം കൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞു തീർക്കാൻ ഒരിക്കലും പറ്റാത്തത്രയോളം അനുഗ്രഹങ്ങൾ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിന്ന് പോകുന്നതും റാഹത്തായി ഞങ്ങൾ ജീവിച്ചു പോകുന്നത് തന്നെ ആ മജ്‌ലിസ് ഉള്ളത് കൊണ്ട് മാത്രമാണ്. 7 വർഷത്തിന് മുന്നേയുള്ള ഞങ്ങളുടെ ജീവിതം ഇപ്പോഴത്തെ ഞങ്ങളുടെ ജീവിതം ഇപ്പോൾ അൽഹംദുലില്ലാഹ് 7 വർഷമായിട്ടും ഇന്ന് വരെ അത്യാവശ്യ കാര്യം വന്നപ്പോൾ 2-3 മജ്‌ലിസ് അല്ലാതെ ഇന്ന് വരെ ഒരു മജ്‌ലിസും വീട്ടുകാർ മുടക്കിയിട്ടില്ല. അതുകൊണ്ട് നമ്മളെല്ലാവരും ഞങ്ങൾ മജ്‌ലിസിനെ മുറുകെ പിടിക്കുക, മുസ്ലിം സഹോദരന്മാർ 5 വക്ത് നിസ്കരിക്കുക. നാനാ മതസ്ഥർ ഞങ്ങളുടെ മജ്‌ലിസിൽ വരുന്നുണ്ട്. പലർക്കും പല അനുഭവങ്ങളും ഞാൻ കണ്ടിട്ടും എന്നോട് പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള അറിവുണ്ട്. അല്ലാഹു തആല എല്ലാവരുടെയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എത്രയും പെട്ടെന്ന് ശിഫയാക്കി തരുമാറാവട്ടെ. ഇവിടെ ഫാറൂഖ് ഉസ്താദിന്റെ ദറജ നാൾക്ക് നാൾ ഉയർത്തുമാറാവട്ടെ. നമ്മുടെ മജ്‌ലിസ് ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരുമാറാവട്ടെ. നമ്മുടെ അഷ്റഫ് ഉസ്താദ് നമുക്ക് വേണ്ടി എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ടെന്ന് ഓരോരുത്തർക്കും അറിയാവുന്നതാണ്. ഉസ്താദിൻ്റെ അടുത്ത് മനസ്സിലുള്ള ഒരു സങ്കടം, എന്ത് വിഷമങ്ങളായി കഴിഞ്ഞാലും ഉസ്താദിൻ്റെ അടുത്ത് പോയി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമാധാനം, മനസ്സിനൊരു ആശ്വാസം. വേറെ പുറത്തുനിന്നൊരാൾ സ്വന്തം ഉമ്മയും ഉപ്പയും എത്രത്തോളാണോ അത്രത്തോളം നമുക്കൊരാളെ പുറത്തുനിന്നുള്ള ഒരാളെ സ്നേഹിക്കാൻ പറ്റുന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ ഉസ്താദ് കടന്നു വന്നതിന് ശേഷം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഉസ്താദ് എത്രത്തോളം, ഉസ്താദ് തന്നെയാണ് ഈ നിൽക്കുന്ന ഞാൻ ഇന്നിങ്ങനെ ആക്കിയത്. എത്രത്തോളം ഉസ്താദ് തന്നെയാണ്. ഉസ്താദ് എനിക്ക് വേണ്ടി കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു തആല ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ.
ഉസ്താദിന്റെ കുടുംബം അല്ലാഹു തആല എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ.